ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു സീ ഫുഡ് ഐറ്റമാണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. എന്താണെന്നല്ലേ, അത് കൂന്തലാണ് നമ്മളിന്ന് കറി വയ്ക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിൻ്റെ ക്ലീനിങ്ങും അതിൻ്റെ ഒരു കറി വെക്കുന്നത് എങ്ങനെയൊക്കെയാണെന്നൊക്കെയുള്ള ഫുൾ വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ കണ്ടന്റ്. അപ്പോൾ എല്ലാവരും ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ഫുള്ളായിട്ട് കാണാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോട്ട് കിടക്കാം. എങ്ങനെ ഇത് ക്ലീൻ ചെയ്യുന്നത് നമ്മൾ ഫസ്റ്റ് നോക്കാം. എന്തിനാ അതിനുള്ള നാക്കൊക്കെ എടുത്ത് കളയണം. നാക്കൊന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് പോലെ ഉണ്ട് ഇതിന്റെ നാക്കിരിക്കണത്. അപ്പൊ അതെടുത്ത് കളയണം. അതിലെ കണ്ണ് പൊട്ടിക്കുമ്പോൾ നമ്മൾ ഈ വെള്ളത്തിൽ വെച്ചിട്ട് വേണം കണ്ണ് പൊട്ടിക്കാൻ. മഷി തെറിക്കും. നമ്മ തലയുടെ അവിടെ ക്ലീൻ ചെയ്യുമ്പോഴാണ് ഈ വെള്ളം ഈ കളറായി വന്നേട്ടാ. അതിൻ്റെ ഉള്ളിലത്തെ ആ മഷി പൊട്ടിക്കഴിയുമ്പോഴാണ് ഈ കളർ വരുന്നത്. ഇത്രേ ഉള്ളൂ ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പൊ ഇതിന്റെ ഫുള്ള് നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി കാണിക്കാം കേട്ടോ. നമ്മൾ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കറി വെക്കാൻ തുടങ്ങാം. ഫസ്റ്റ് നമുക്കിത് വേവിക്കണം. നമുക്കിത് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് 2 വിസില് വേവിക്കണം കേട്ടോ. 2 വിസിൽ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇത് ഉപ്പ് ഇടുന്നുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് 2 വിസിൽ വരണവരൊന്ന് വേവിക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി കറി വെക്കാൻ തുടങ്ങാം. ഫസ്റ്റ് നമ്മളൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. സവോള ഒരു 2 എണ്ണം വലുതെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 5-6 പച്ചമുളകും കൂടി നമ്മൾ അരിഞ്ഞു വെച്ചേക്കാം കേട്ടോ. അപ്പൊ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. നമുക്ക് ഇനി അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി പേസ്റ്റ് ആക്കി വെക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, പച്ചമുളക് 2 ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഓൾറെഡി നമ്മൾ വേവിച്ചപ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് വേണം ഇപ്പം ഉപ്പിടാൻ. കുറച്ച് വേപ്പില കേട്ടോ, 1-2 വേപ്പില ഇപ്പം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സവോളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അതിലേക്ക് ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മസാലപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ നമുക്ക് കുറച്ച് നമ്മുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. കൂട്ടിയും കുറച്ചൊക്കെ വെച്ചിട്ട് കൊടുക്കാം. ലാസ്റ്റായിട്ട് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി പൊടിയുടെയൊക്കെ ആ ഒരു പച്ചമണമൊക്കെ മാറുന്നവരെ നമുക്ക് വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കാം. നമ്മൾ ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതും കൂടി നമ്മൾ ഇട്ടിട്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് മൂപ്പിക്കണം. അധികം ഒന്നും വേണ്ട, കുറച്ച് മതി. നമുക്ക് ഇടക്കൊന്ന് കടിക്കാൻ വേണ്ടി മാത്രം. വേവിച്ച് വെച്ച കൂന്തൽ നമ്മൾ ഊറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളം നമ്മൾ എടുത്തിട്ടില്ല. വെള്ളം മാറ്റിയിട്ട് നമ്മൾ ഇതിന് ഇങ്ങനെയാണ് നമ്മൾ ഇടാൻ വേണ്ടി പോകുന്നത് കേട്ടോ. കൂന്തല് വേവിച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. നമുക്കിത് നല്ല ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. ഇളക്കി നമുക്ക് നല്ല ഡ്രൈ ആക്കി എടുക്കാം. അപ്പൊ ലാസ്റ്റ് ആയിട്ട് നമുക്ക് കുറച്ചുകൂടി വേപ്പില ഇട്ടിട്ട് നമുക്ക് ഓഫ് ചെയ്യാട്ടോ. ഒരു കൂന്തലിന്റെ പീസും ഒരു തേങ്ങാക്കൊത്തും കൂടി കഴിച്ചാൽ സൂപ്പർ ആയിരിക്കും. ഇടയ്ക്ക് ആ തേങ്ങാക്കൊത്തുള്ളതുകൊണ്ട് തന്നെ കഴിക്കുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും.
അപ്പോൾ നമ്മുടെ കൂന്തൽ റോസ്റ്റഡ് റെഡിയായി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം. ടാറ്റാ.